ഈ ആറാം ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ ഇന്ന് ആളുകൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോഴാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായത് ഇന്ത്യയിൽ ഒരു ആൾദൈവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മത്സരിക്കുന്നത്, ആ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്ന്. കാരണം വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നരേന്ദ്രമോദി സ്വയം പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയ ഒരു ഘട്ടമാണല്ലോ ഈ ആറാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ദൈവത്തെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നൊരു ചോയ്സ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഘട്ടം എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഏതായാലും അദ്ദേഹം ആ പ്രസ്താവന ഒരിക്കൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അത് അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. അത്രയേറെ പരിഹാസത്തിന് ആ പ്രസ്താവം ഇടയാക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആവർത്തിച്ചിരുന്നു അല്ലേ NDTV-യുടെ ഇൻ്റർവ്യൂവിൽ. ശരി, ഏതായാലും ആ പ്രസ്താവത്തോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ കഴിയുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമായ ഘട്ടമായി കാണുന്നത് ഈ 5, 6, 7 എന്നീ 3 ഘട്ടങ്ങളെയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ 162 സീറ്റുകളിലേക്കാണ് ഈ 3 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ 55 സീറ്റുകളിലേക്ക് കൂടിയേ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഏകപക്ഷീയമായിരിക്കും എന്ന ഒരു വിലയിരുത്തലാണ് മാധ്യമങ്ങൾക്കുണ്ടായിരുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടായിരുന്നത്. എന്തിനേറെ പ്രതിപക്ഷ ഐക്യമുണ്ടായിരിക്കുമ്പോൾ പോലും ഓരോ പ്രതിപക്ഷ പാർട്ടിക്കും ഉണ്ടായിരുന്നത് BJP ഏകപക്ഷീയമായി വിജയിച്ച് കയറാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. 400 സീറ്റ് അവർക്ക് ലഭിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നൊരു വിചാരത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ രാജ്യത്ത് ആരംഭിച്ചത്. അതേ ആത്മവിശ്വാസത്തിലാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ അജണ്ടയും തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അവർ ആദ്യഘട്ടത്തിൽ നമുക്കറിയുന്നത് പോലെ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രസംഗമോ ഒരു തരത്തിലുള്ള വർഗീയ പ്രചാരണത്തിനോ മുതിരാതിരുന്നത്. മറിച്ച് വെൽഫെയർ പൊളിറ്റിക്സ് ആണല്ലോ മുന്നോട്ട് വെച്ചത്. അതായത് മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ പരിവാർ, മോദി ബ്രാൻഡ്, മോദിയുടെ പ്രഭാവം, അങ്ങനെ മോദി കേന്ദ്രീകൃതമായി ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ വളർത്താൻ പോകുന്നൊരു സർക്കാരിനെയാണ് ഇനി രൂപം കൊടുക്കാൻ പോകുന്നത് എന്ന മറ്റുള്ള പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ അവർ ആസൂത്രണം ചെയ്തത്. കാരണം ഡിഫോൾട്ടായിട്ട് ഈ വിദ്വേഷമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അറച്ചൽ രാമക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിരിക്കുന്നു, CAAയുടെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ഡിഫോൾട്ടായിട്ട് ഈ ആൻറ്റി മുസ്ലിം നീക്കങ്ങളെല്ലാം അവിടെയുണ്ട്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഈ വോട്ടർമാർക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമുക്ക് തൽക്കാലം പറയേണ്ടത് ഇനി വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. ആ രീതിയിലുള്ളൊരു പ്രചരണമാണ് BJPയും ആസൂത്രണം ചെയ്തത്. എന്നാൽ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല, രാജ്യത്ത് മറ്റൊരു കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്, അതൊരു മാറ്റം ആഗ്രഹിക്കുന്ന കാറ്റാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക്, ഏകദേശ ധാരണയിലേക്ക് ഇന്ത്യയിലെ ഏറെക്കുറെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും എത്തിച്ചേരുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അവിടെ മുതലാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം മാറ്റുന്നത്, അഥവാ മോദി തന്നെ അത് നേരിട്ട് മാറ്റുന്നത്. പിന്നീടാണ് നമ്മൾ ഈ ആൻറ്റി മുസ്ലിം സ്ലോഗൻസ് ഉയർന്നു വരുന്നതും വിദ്വേഷ പ്രസംഗങ്ങൾ വരുന്നതും ഒക്കെ കാണാൻ തുടങ്ങിയത്. അങ്ങേയറ്റം വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് BJP മാറാൻ തുടങ്ങുന്നൊരു സാഹചര്യം രണ്ടാം ഘട്ടം കഴിയുമ്പോൾ കാണുന്നു. എന്താണ് രണ്ടാം ഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് വീണ്ടും രാജ്യത്ത് ഇതാ ഒരു പരിവർത്തനം എന്ന വാക്കാണ് കേട്ടോ. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഈ ഗ്രാമങ്ങളിലൂടെ പല ഓൺലൈൻ മീഡിയകളും സഞ്ചരിക്കുകയും അവർ ചെറിയ ചെറിയ മനുഷ്യർക്ക് ഈ പറയുന്ന ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളിലേക്കൊക്കെ പോയിട്ട് ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിവർത്തൻ എന്നൊരു വാക്ക് ആവർത്തിച്ച് അവർ പറയുന്നു. ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നു, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള മട്ടിലുള്ള ബൈറ്റുകൾ വളരെ സുലഭമായി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടാം ഘട്ടം കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്കും വ്യക്തമായി, മാധ്യമങ്ങൾക്ക് വ്യക്തമായി, രാഷ്ട്രീയ നിരീക്ഷകർക്ക് വ്യക്തമായി, BJPക്ക് നന്നായി വ്യക്തമായി. കാരണം രാജ്യത്ത് അനായാസമായൊരു വിജയം സാധ്യമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് തങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് BJPക്ക് ബോധ്യപ്പെട്ടു. മൂന്നാം ഘട്ടമായപ്പോൾ അതിലൊരു വ്യക്തത തന്നെ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് വരുന്ന ഓരോ ഘട്ടങ്ങളും വളരെ നിർണായകമാണ്. അതായത് 5, 6, 7 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ രാജ്യത്തൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ട ജനങ്ങളാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആറാം ഘട്ടം വളരെ നിർണായകമാണ് എന്ന്. ഈ ആറാം ഘട്ടത്തിൻ്റെ ഒരു സവിശേഷത നോക്കിക്കോളൂ. 58 സീറ്റുകളിലേക്കാണല്ലോ ഇന്ന് വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ 58 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് കഴിഞ്ഞ 2019 ജയിച്ചിട്ടില്ല. 40 സീറ്റുകളിലും വിജയിച്ചത് BJP ആണ്. ബാക്കി 18 സീറ്റുകളെന്ന് പറയുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, ബീഹാറിലെ JDU, അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ലോക് ജനശക്തി പാർട്ടി, അതേപോലെ ഉത്തർപ്രദേശിലെ BSP, ഒഡീഷയിലെ BJD, ഈ പാർട്ടികളൊക്കെയാണ് സീറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് 2019 സംഭാവന ചെയ്യാത്ത 58 കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്
ഇക്കുറി തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് വലിയ വിജയം ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ വിജയമെന്ന് ഞാൻ പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഹരിയാന 10 സീറ്റുകളും ബി ജെ പിക്ക് സമ്മാനിച്ചൊരു സംസ്ഥാനമാണ് 2019 ഹരിയാന എന്ന് പറയുന്നത്. ആ സംസ്ഥാനത്ത് ആ വിജയം BJP ആവർത്തിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനൊരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകൾ BJPക്കാണ് ഹരിയാന സമ്മാനിച്ചതെങ്കിൽ ഇപ്രാവശ്യം 10 സീറ്റുകൾ കോൺഗ്രസിന് സമ്മാനിക്കാൻ ഹരിയാന തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ് കാര്യം. ഇപ്പോൾ ജനശക്തി പാർട്ടി, അവിടുത്തെ ഈ JJP എന്ന് പറയുന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി BJPയിൽ നിന്ന് വിട്ട് കോൺഗ്രസുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. 1. 2, ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ വളരെ ശക്തമായ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തിയിരിക്കുന്നു. അവിടെ നിന്ന് അവർക്ക് എല്ലാ ഗ്രാമങ്ങളിലും യൂണിറ്റുകളുള്ള ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി അവിടെ മാറിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അനുയായികൾ അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. പിന്നെ ശക്തമായ BJP എതിർവികാരം, മനോഹർലാൽ ഖട്ടറിനെ മാറ്റുന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള BJPക്കെതിരായൊരു വികാരം, ഈ വികാരങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഹരിയാനയിൽ അതിശക്തമായൊരു കോൺഗ്രസ് തരംഗം നിലനിൽക്കുന്നു. വലിയ നേട്ടം ഹരിയാനയിൽ ഇക്കുറി കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നു, ആം ആദ്മി പാർട്ടിയുടെയും JJPയുടെയും പിന്തുണയോടെ. അതിന് തൊട്ടിപ്പുറത്താണല്ലോ ഡൽഹി നിൽക്കുന്നത്. 7 സീറ്റുകളും കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി സമ്മാനിച്ചത് BJPക്ക് തന്നെയാണ്. പക്ഷേ ഇക്കുറി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആ ഒരു വലിയ തരംഗം, ഇപ്പോൾ ഒരു വ്യക്തിയല്ലല്ലോ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്, ഒരു വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. ആ തരംഗം ആഞ്ഞടിക്കുന്നൊരു ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയും വലിയ വിജയം ഇന്ത്യ മുന്നണി നേടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന് ബംഗാളാണ്. ബംഗാളിൽ നമ്മളിപ്പോൾ അവസാനം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ 2 ശ്രമങ്ങളായിരുന്നു. ഒന്ന് സന്ദേശ് ഖലിയും 2 CAA-യും. CAA വ്യക്തമായും ബംഗാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടപ്പാക്കിയ ഒരു വിജ്ഞാപനം ഇറക്കലാണ്, ഒരു നടപടിയാണ്. കാരണം എന്താ, ഏതാണ്ട് 30%-35% മുസ്ലിങ്ങളുള്ളൊരു സ്ഥലമാണത്. അവിടെ ഒരു ആൻറ്റി മുസ്ലിം വികാരമുണ്ടാക്കി ഹിന്ദു വോട്ടിനെ ഒറ്റയടിക്ക് നേടാമെന്ന് BJP കരുതിയിരുന്നു. അതാണ് CAA ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ കൃത്യതയോടുകൂടി ആ വിജ്ഞാപനം ഇറക്കുന്നതിൻ്റെ ലക്ഷ്യം ബംഗാൾ തന്നെയായിരുന്നു. ഒരു സംശയവും ആ കാര്യത്തിനകത്തില്ല. പക്ഷേ സന്ദേശ് ഖലി അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഇന്നിരിക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണ്? സിറിയ പർവീൺ എന്ന് പറയുന്ന BJPയുടെ സെക്രട്ടറി ആ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുകയും അവിടെ ഒരു റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് BJP സ്ക്രിപ്റ്റ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു സന്ദേശ് ഖലി എന്നും അത് സംബന്ധിച്ചുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോസൊക്കെ ഈ പറഞ്ഞ കണക്ക് ആളുകളെ കാണിച്ചുകൊണ്ടാണ് അവർ ആ പാർട്ടി വിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. സന്ദേശ് ഖലി അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രവുമല്ല, BJP കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ നേട്ടം സ്വാഭാവികമായും എൻ ബ്ലോക്കായി നിന്ന് മുസ്ലിങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നേട്ടം BJPക്ക് ഉണ്ടാക്കാനും കഴിയില്ല. അതാണ് ബംഗാളിലെ സ്ഥിതി എന്ന് പറയുന്നത്. ബീഹാറിൽ JDUവും LJPക്കുമാണ് ഈ ഘട്ടത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള പാർട്ടികൾ. JDUവിനെതിരെ ശക്തമായ വികാരമുണ്ട്, LJPക്കെതിരായിട്ടും ശക്തമായ വികാരമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് LJP ഈ തിരഞ്ഞെടുപ്പിൽ പിളർന്ന പാർട്ടിയാണ് എന്നുള്ളതാണ്. ചിരാഗ് പാസ്വാനാണ് BJPക്കൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാംവിലാസ് പാസ്വാൻ്റെ അനിയൻ ഒരു നല്ല വിഭാഗത്തെ അടർത്തി ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ് എന്നുള്ളൊരു പ്രശ്നവും ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ RJDക്ക് ഒരു പാർലമെൻറ്റ് സീറ്റ് പോലും സമ്മാനിക്കാതിരുന്ന സംസ്ഥാനമാണ് കേട്ടോ ബീഹാർ. RJDക്ക് ഒരു MP പോലുമില്ല. എന്നാൽ അവിടെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സിംഗിൾ പാർട്ടി RJD ആയിരുന്നു. 75 സീറ്റ് നിയമസഭയിൽ അവർക്കുണ്ട്, 70 സീറ്റേ ഉള്ളൂ BJPക്ക്. എന്നിട്ട് കൂടിയും അവർക്ക് 2019 ആ വലിയ വിജയം 2021 സമ്മാനിച്ചപ്പോഴും 2019 ഒരു സീറ്റ് പോലും RJDക്ക് കൊടുക്കാത്ത സംസ്ഥാനമാണ്. ലാലു പ്രസാദ് യാദവിന് കൊടുക്കാത്ത സംസ്ഥാനമാണ് ബീഹാർ. പക്ഷേ ഇപ്രാവശ്യം തേജസ്വി യാദവ് എന്ന് പറയുന്നൊരു വലിയ തരംഗം ബീഹാറിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന 58 സീറ്റുകളിലേക്ക് ഇന്ന് നടന്നിരിക്കുന്ന വോട്ടെടുപ്പ് 2 കാരണങ്ങളാൽ പ്രധാനമാണ്. ഒന്ന്, ഈ പറയുന്ന രാജ്യത്തൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാവുകയും അത് ഏറെക്കുറെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളും BJP തന്നെയും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ജനങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് കാണും. അതുകൂടാതെ അരവിന്ദ് കെജ്രിവാൾ അടക്കം, അതുപോലെ തന്നെ ഹരിയാനയിലെ സാഹചര്യങ്ങൾ, ബംഗാളിലെ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് 58 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് പോലും കിട്ടാതിരുന്ന കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. പ്രതിപക്ഷത്തിന് ഒന്നടങ്കം വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഘട്ടമായിട്ടാണ് ഈ 6ാം ഘട്ടത്തെ ഞാൻ കാണുന്നത്. Meet the editors.